കാഴ്ചകളിലേക്ക് സ്വാഗതം. അലക്സ് മാഷേ, മാഷേ, സ്കൂള് വിട്ട് എല്ലാവരും പോയി. മാഷും കൂടെ പോയിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നു. മാഷേ, ഇന്ന് രാത്രി എന്താ കഴിക്കാൻ കൊണ്ടുവരണ്ടേ? ഹോ, ഒരു മാഷ് ഇയാൾക്കൊന്ന് മിണ്ടിക്കൂടെ? അയ്യോ മാഷേ, സൂക്ഷിച്ച്. ഞാൻ സഹായിക്കണോ സുസി? വേണ്ട മാഷേ, ഞാൻ പെറുക്കി കഴിഞ്ഞു. മാഷ് വീണു അല്ലേ? മാഷേ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ മഞ്ചാടിക്കുരുവിന് വലിയ പ്രാധാന്യമുണ്ട്. മാഷൊന്ന് നിന്നേ. മാഷേ, ഇത് ശരിയല്ല കേട്ടോ. എന്ത്? നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നതോ? അതല്ല, മാഷിന്റെ കയ്യിലെ ആ ഡയറി ഓരോ വ്യക്തിയുടെയും സ്വകാര്യത സൂക്ഷിക്കുന്ന സ്ഥലമല്ലേ? അത് എഴുതിയയാളുടെ സമ്മതമില്ലാതെ വായിക്കുന്നത് തെറ്റല്ലേ മാഷേ? ഈ ചുവന്ന മഞ്ചാടിക്കും നമ്മുടെ ദാമ്പത്യത്തിനിടയിലെ ജീവിതമാണോ നീ ഡയറിയിൽ എഴുതിയത്? അതെ മാഷേ. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ എന്നെ നോക്കിയൊരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ 10 വർഷമേ ബാക്കിയുള്ളൂവെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന്. സുസി, 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ ഒരായുസിൻ്റെ പകുതിയാണെന്നൊക്കെ തോന്നിപ്പോകും അല്ലേ? പക്ഷേ ഞാനതിനെ ഗുണിച്ചു നോക്കിയപ്പോൾ ഈ മഞ്ചാടി മണികൾ ഞാൻ പെറുക്കിയെടുത്തതാ 3650 എണ്ണം. നമ്മൾ രണ്ടുപേരും ഒരു കാര്യമാണ് ചിന്തിക്കുന്നത്. ഇനി നമ്മുടെ ജീവിതം കേവലം 3650 ദിവസങ്ങളാണോ? അറിയില്ല മാഷേ. മരണവും നിത്യജീവനും ഒന്നും കണക്കിലെടുക്കാതെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഇത്രയും കാലം ജീവിച്ചവരാ നമ്മൾ. സുസി, എൻ്റെ തിരക്കിനിടയിൽ, ഓട്ടത്തിനിടയിൽ നിന്നെ ഞാൻ സ്നേഹിക്കാതെ പോയോ? വിവാഹശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞിട്ടുള്ളത് തമാമിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. നീ ആ മഞ്ചാടിങ്ങി തരും. ഇത് നീ മുറ്റത്ത് നിന്ന് പെറുക്കിയെടുത്ത മഞ്ചാടിയല്ല.
ഇനി ശേഷിച്ച നമ്മുടെ ദാമ്പത്യത്തിൻ്റെ ദിനങ്ങളാണ്. നാളെ മുതൽ ഇതിൽ നിന്നും ഓരോ മഞ്ചാടി നീ എടുത്തു മാറ്റണം. അയ്യോ മാഷി, ഞാനോ? ഇനിയുള്ള ഓരോ ദിവസങ്ങളും സ്നേഹിക്കാനുള്ളതാ. പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, ദൈവത്തെ മാത്രം മുന്നിൽ നിർത്തി ഒരു പുതിയ ജീവിതം. മരണമെന്ന യാഥാർത്ഥ്യത്തെ തോൽപ്പിച്ച് നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു പുതിയ ജീവിതം. മാഷേ, മാഷേ, ആ, ഇതാ മാഷേ മാഷിൻ്റെ വൈകുന്നേരത്തെ ഭക്ഷണം. നീ എന്തിനാ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നേ? എനിക്ക് ഭക്ഷണം ഇവിടെ സൂസി ഉണ്ടാക്കിയിട്ടില്ലേ? അതെന്ത് പണിയാ മാഷേ? ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പറയണ്ടേ? ഞാൻ വെറുതെ. അല്ല, ആരുണ്ടാക്കിയെന്നാ പറഞ്ഞേ? സൂസി, എൻ്റെ ഭാര്യ. മാഷേ, സൂസി ടീച്ചർ മരിച്ചിട്ട് ഇന്നേക്ക് 10 വർഷം തികഞ്ഞു. പോയ ദിവസം വലിയ ഒരു സന്തോഷമുണ്ടായ ദിവസമായിരുന്നു. ദമ്പതികൾക്ക് വേണ്ടി മുൻകൂർ ക്രമീകരണം അനുസരിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പോയ ദിവസം. ഒരു സംഗമവേദിയാണ്. ആ സംഗമവേദിയിൽ കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ നിന്ന് തുടങ്ങി തെക്കേ ജില്ലകളിൽ നിന്ന് വരെയുള്ള ദമ്പതികൾ ഒത്തുകൂടിയിട്ടുണ്ട്. പറഞ്ഞാൽ അധികമൊന്നും എണ്ണമില്ല, ഏതാണ്ട് 50-നടുത്ത ദമ്പതികൾ മാത്രം. വിവിധ പ്രായ പരിധികളിൽപ്പെട്ട ദമ്പതികളാണ് അവിടെ ഇരിക്കുന്നത്. ഒറ്റയ്ക്ക് ആരും എത്തിയിട്ടില്ല, എല്ലാവരും തന്നെ ഒന്നിച്ചാണ് എത്തിയിരിക്കുന്നത്. 2 മണിക്കൂർ സമയമാണ് എനിക്ക് ക്ലാസ്സിനായിട്ട് അനുവദിച്ചിരുന്നത്. 10 മണി തുടങ്ങി 12 വരെയുള്ള സമയം. ഇടയ്ക്കൊരു ചെറിയ ഇടവേളയുണ്ട്. ആ ഇടവേളയ്ക്ക് ഞാൻ നടക്കുന്ന സമയം എന്നെ കാണാനായിട്ട് ഒരു ഭാര്യയും ഭർത്താവും എത്തി. 2 പേരുടെയും മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. 60-65 വയസ്സ് പ്രായം കാണും. അവർ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തി തുടങ്ങി. പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് എത്തിയവരാണ്. ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നില്ല. ശനിയും ഞായറുമായി നടക്കുന്ന ഈ സംഗമത്തിൽ അവർ പങ്കെടുക്കാനായി തീരുമാനിച്ചത് അവരോട് ബന്ധമുള്ള ഒരു കൗൺസിലറുടെ ഉപദേശപ്രകാരമാണ്. ഇവരെ വിവാഹ ജീവിതം നയിച്ച് തുടങ്ങിയിട്ട് 30 വർഷമായി. ഒരു കുഞ്ഞുണ്ട്, പെൺകുട്ടിയാണ്. വിവാഹപ്രായമെത്തി. ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ വലിയൊരു വിഷമം ഈ പപ്പായും മമ്മിയും സന്തോഷമില്ലാതെ മാനസികമായ അകൽച്ചയിൽ കഴിയുന്നു എന്നതാണ്. ഇതെന്നോട് പറയുന്നത് ഇവർ തന്നെയാണ്. ഇങ്ങനെ മനസ്സ് മാറി എന്നോട് ഇവർ സംസാരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എൻ്റെ ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗം തന്നെയാണ്. അവിടെ ഞാൻ എല്ലാവരോടുമായൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യം ഇതായിരുന്നു: ഇനിയും വൈവാഹിക ജീവിതത്തിൽ ഒരു 10 വർഷം കൂടെ
പോകുമെന്നുള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞു. 3-4 പേരാണ് എഴുന്നേറ്റത്. ഈ ദമ്പതികൾ എഴുന്നേറ്റിരുന്നില്ല. 10 വർഷമേ ഇനി പരമാവധി ജീവിക്കത്തുള്ളൂ എന്ന തരത്തിലാണ് അവർ സമ്മതിച്ചെഴുന്നേറ്റത്. ഞാൻ അവരോട് മാത്രമായിട്ട് പറഞ്ഞു, നിങ്ങൾ 10 വർഷം ഇനിയും ജീവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നിച്ച് ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഇഹലോകത്തിലെ ജീവിതം 3650 ദിവസമേ ഉള്ളൂ. 10 × 365 3650. അന്നേരമാണ് അവർ കണ്ണുമിഴിച്ചത്. ഈ 10 വർഷമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നീണ്ടു കിടക്കുന്നതാണെന്ന് അവർ വിചാരിച്ചത്. പക്ഷേ 10നെ 365 ഗുണിച്ചപ്പോൾ 3650 ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ദാ നിങ്ങൾക്കിനി വെറുക്കാൻ സമയമില്ല, നിങ്ങൾക്കിനി എണ്ണി എണ്ണി കുറ്റം പറയാൻ സമയമില്ല, കാരണം ഇത്രയും ദിവസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 4 പേര് ഇങ്ങനെ ധൈര്യത്തോടെ ഇത്രയും വർഷം ഇനി ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ദാ ഇന്നു മുതൽ വാശിയോടെ സ്നേഹിച്ചു തുടങ്ങുക, വാശിയോടെ സ്നേഹിച്ചു തുടങ്ങുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങളിനി എത്ര നാൾ ജീവിക്കുമെന്ന് വിചാരിക്കുന്നു? നിങ്ങളെല്ലാം പറയായിരിക്കും അത് ദൈവത്തിൻ്റെ കയ്യിലല്ലേ, ആർക്ക് പറയാൻ പറ്റും. എന്നാലും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ആ മരണ വയസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കുക അത്രയൊക്കെ പോകാനേ സാധ്യതയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കിയാൽ എത്ര വയസ്സ് വരെ? ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം എത്ര വർഷമുണ്ട്? നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്? 25, 30, 35? അങ്ങനെ കൂട്ടുമ്പോൾ ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം എത്ര നാളുണ്ടാവും എന്ന് പറഞ്ഞാൽ ശാരീരികവും മാനസികവും ബൗദ്ധികവും ഒക്കെ ആയ ആരോഗ്യം ഇരുവർക്കും ഉള്ള ഒരു കാലം വെച്ച് നോക്കിയാൽ എത്ര വർഷമുണ്ട്? 30, 40, 50 വരെ പോവോ? 30 വർഷം ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരൊന്ന് കണക്കൂട്ടി നോക്കി. ഏതാണ്ട് 10,000 മിച്ചം ദിവസങ്ങളേ ഉള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള നെട്ടോട്ടവും വെപ്രാളവും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. എന്തൊരു ബഹളമാണ്! 10 വർഷം ജീവിക്കൂ എന്ന് പറയുമ്പോൾ 3650 ദിവസമല്ലേ ഉള്ളൂ. ചില സ്ഥലങ്ങളിലൊക്കെ ബോർഡ് എഴുതി വെച്ചത് പണ്ട് കണ്ടത് ഓർക്കുക: പിണങ്ങാൻ സമയമില്ല, സ്നേഹിക്കാം. സ്നേഹിക്കൂ, പിണങ്ങാൻ സമയമില്ല. എനിക്ക് തോന്നുന്നു ഈ ദമ്പതികളുടെയൊക്കെ നെറ്റിയിൽ ഒട്ടിച്ചു വയ്ക്കേണ്ടത്. നമുക്ക് കുറ്റം കണ്ടുപിടിക്കാനും പിണങ്ങാനും പരസ്പരം അകലാനുമാണെങ്കിൽ അതിനെ നേരം കാണത്തുള്ളൂ. രാവിലെ തുടങ്ങുമ്പം പോലെ പരാതി പറയാനും പരിഭവം പറയാനും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനേ സമയമുള്ളൂ. നമുക്കറിയാം എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. ആരുടെ ജീവിതത്തിലാണ് കുറവുകളില്ലാത്ത? എല്ലാവരുടെയും ജീവിതത്തിൽ കുറവുകളുണ്ട്. പക്ഷേ ആ കുറവുകൾ കാണുക, ആ കുറവുകൾ എടുത്ത് കാട്ടുക, അതിൻ്റെ പേരിൽ പരിഭവം പറയുക, അതിൻ്റെ പേരിൽ വഴക്ക് കൂട്ടുക, പരസ്പരം ശാരീരികമായിട്ട് ഉപദ്രവിക്കുക, ഇതൊക്കെ വഴിവിട്ട രീതി തന്നെ. ഞാൻ ഈ ദമ്പതികൾ വരുമ്പോൾ ചിലരോട് പറയുന്നത് ഇപ്രകാരമാണ്: നിൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കുറവ് കാണുമ്പോൾ ആ പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമാണ്. നിൻ്റെ പങ്കാളിയുടെ കുറവ് കാണുമ്പോൾ നിനക്കും അതുപോലെ കുറവുണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ്. ഏതായാലും ഈ ദമ്പതികളുടെ സംഗമത്തിൻ്റെ ആ ഇടവേളയ്ക്ക് ഈ ഭാര്യാഭർത്താക്കന്മാർ വന്നത് അവരുടെ ജീവിതത്തെ എൻ്റെ വാക്കുകൾ സ്വാധീനിച്ചത് കൊണ്ടാണ്. വലിയൊരു തീരുമാനത്തിലാണ് അവർ പോയത്. വലിയ സന്തോഷം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായത്. ഈ കൗൺസിലറുടെ പ്രേരണയാലായി ആണ് ഇവർ ഇവിടെ വന്നതെങ്കിൽ പോലും എൻ്റെ ആ ഒരു ചോദ്യം അവരെ ചിന്തിപ്പിക്കാനായിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്.
സത്യം പറഞ്ഞാൽ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടാനോ അകലാനോ ഒന്നും വലിയ കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതിൻ്റെ പേരിൽ പിന്നെ അങ്ങ് വഴക്ക് തുടങ്ങുകയായിരുന്നു. അത് ഈ ഒറ്റ മോൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഇവർ ഈ വഴക്കിലായിരുന്നത് കൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ കല്യാണം താമസിച്ചു. ഏതായാലും മകളുടെ കല്യാണം എത്രയും വേഗം നടത്തണം, അതും ഞങ്ങളുടെ ഈ സ്നേഹവും ഞങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥതയൊക്കെ കണ്ട് സന്തോഷത്തോടെ വേണം അവൾ കല്യാണത്തിലേക്ക് പോകാൻ എന്നോ ഉറച്ചാണ് അവർ പോയത്. നോക്കിക്കേ, ആ ഒരു ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റെല്ലാം മറക്കാൻ അവർ തയ്യാറാവുകയാണ്. യഥാർത്ഥത്തിൽ ദമ്പതികൾക്ക് വേണ്ടത് ഇതല്ലേ? ഈ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ വേണം. നമ്മുടെ ജീവിതത്തെയൊക്കെ മാറ്റുന്ന ഉൾക്കാഴ്ചകളല്ലേ ദർശനങ്ങൾ, വ്യക്തികളെ മാറ്റുന്ന അതല്ലേ? ദാമ്പത്യ ജീവിതത്തിലൂടെ പോകുന്ന ആളുകൾക്ക് ഞാൻ പറയും നിരന്തരം ഉൾക്കാഴ്ചകൾ കിട്ടണം. ഉൾക്കാഴ്ചകൾ കിട്ടണം. നമ്മൾ പലതും കാണുന്നും കേൾക്കുന്നതും ഒക്കെ ഉണ്ട്, പക്ഷേ ഉൾക്കാഴ്ചകളില്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ കാഴ്ചകളെ, നമ്മുടെ കേൾവികളെ വിലയിരുത്തുന്ന, അപഗ്രഥിക്കുന്ന തലത്തിലുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ഇനി ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, വാശിയോടെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് വരണം. ഞാൻ ഇതിനു മുൻപ് ഓർമ്മിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? ദമ്പതികളുടെ പരാജയം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മുഴുവനായി സ്നേഹിക്കാനായിട്ട് ഒരാളെ ദൈവം പൂർണ്ണമായിട്ടും വിട്ടു തന്നിട്ട് ആ ആളെ മാത്രം സ്നേഹിക്കാൻ പറ്റാത്ത സാഹചര്യം, ആ ആളോട് മാത്രം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം, അതുണ്ടാവാൻ പാടില്ലാത്തത്. അതുകൊണ്ട് വെറുക്കാൻ നേരമില്ല, വെറുക്കാൻ നേരമില്ല. എനിക്ക് സ്നേഹിക്കണം. ഈ സ്നേഹം ഞാൻ പരമാവധി എൻ്റെ പങ്കാളിയോട് പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ പറ്റണം. അത് ഇന്ന് തുടങ്ങണം. സാധാരണ ചിലരുടെ മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ പിശാച് എപ്പോഴും തടസ്സപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. എന്താ പിശാച് തടസ്സപ്പെടുത്തുന്നത്? നീ മാറിക്കോ, പക്ഷേ ഇന്ന് വേണ്ട. നീ മാറണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പിന്നെ മതി, നാളെ മതി. അതുകൊണ്ട് പഴമക്കാരൊരു കാര്യം പറയുമല്ലോ, നാളെ നാളെ എന്നാൽ നീളെ നീളെ. പിശാചിൻ്റെ തന്ത്രമാണ്. നീ മാറിക്കോ, പക്ഷേ അതിപ്പം വേണ്ട, നാളെ മതി. നിന്റെ പങ്കാളിയോടുള്ള പിണക്കം മാറ്റിക്കോ, അവളെ കുറ്റം പറയുന്ന രീതിയൊക്കെ മാറ്റിക്കോ. മാറ്റേണ്ടത് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിപ്പം വേണ്ട, നാളെ മതി, 2 ദിവസം കൂടെ മുമ്പോട്ട് പോട്ടെ. തന്നെയല്ല, പിശാച് ചിലപ്പോൾ നിന്നെ ചിന്തിപ്പിക്കും. എന്താ? നീ അങ്ങനെ ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ ഇരുന്നാൽ നിന്റെ ഭാര്യ വഷളാകും. പിശാച് പറഞ്ഞു കൊടുക്കും, വഷളാകും, നിന്റെ ഭർത്താവ് വഷളാകും. അതുകൊണ്ട് നന്മയൊന്നും എടുത്ത് കാണിക്കണ്ട. ഇത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ചിലപ്പോൾ യാഥാർത്ഥ്യമാകാറുണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ നന്മയൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ അത് എടുത്തു പറയത്തില്ല. എന്നാ അവർ പറയുന്നത്? അങ്ങനെ എടുത്തു പറഞ്ഞാൽ അവൻ വഷളാകും, അഹങ്കാരം ഉണ്ടാകും. അങ്ങനെ ആവില്ല. അതുകൊണ്ട് ജീവിത പങ്കാളിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക, നല്ല തീരുമാനം അങ്ങ് എടുക്കണം. ഞാൻ ഇനി സ്നേഹിച്ചിട്ടേ ഉള്ളൂ, പുറകോട്ടില്ല. നമ്മൾ ധ്യാനത്തിൻ്റെ ഒക്കെ അവസരത്തിൽ പാടുന്ന പാട്ടില്ലേ, പിന്നിലേക്കില്ല അല്പവും, പിന്നിലേക്കില്ല അല്പവും. കാരണം എന്താ? എനിക്ക് നേരമില്ല, എനിക്കിനി സമയമില്ല. നമ്മൾ ഈ യുദ്ധമേഖലയിലൊക്കെ ആയിരിക്കുന്ന സൈനികരെ പോലുള്ള മനോഭാവം ഉണ്ടാണ്. എന്താ? അവനെ സംബന്ധിച്ചിടത്തോളം പിന്തിരിഞ്ഞ് നോക്കാൻ സമയമില്ല. കാരണം എന്താ? അവൻ്റെ തീരുമാനവും അവൻ്റെ പ്രവർത്തനവും അത്യന്താപേക്ഷിതമായ സമയം. അവന് തിരിഞ്ഞു നോക്കാൻ സമയമില്ല, അവന് വീടിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. കാരണം യുദ്ധം മുമ്പിലെത്തിക്കഴിഞ്ഞു. തീരുമാനം എടുക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇത് പറഞ്ഞതുപോലെ ഞാൻ യുദ്ധക്കളത്തിലാണ് എന്ന് ഓരോ ഭർത്താവിനും ഭാര്യയ്ക്കും ചിന്തിക്കാൻ പറ്റണം. എന്താ? സ്നേഹത്തിൻ്റെ യുദ്ധക്കളത്തിലാണ് ഞാൻ സ്നേഹത്തിൻ്റെ യുദ്ധക്കളത്തിലാണ്. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ച് തോൽപ്പിക്കും, എൻ്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിച്ച് തോൽപ്പിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. അങ്ങനെ ആകുമ്പോൾ മക്കൾ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഈ മുദ്രാവാക്യം അവരെ നയിക്കുകയല്ലേ. എൻ്റെ പപ്പായെപ്പോലെ, എൻ്റെ മമ്മിയെപ്പോലെ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ച് തോൽപ്പിക്കും. മറ്റു വഴിയൊന്നും തോൽപ്പിക്കാനുള്ള വഴികളല്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ. പരസ്പരം സ്നേഹിച്ച് തോൽപ്പിക്കാൻ പറ്റണം. അങ്ങനെ ആകുമ്പോൾ ഓരോ ഭാര്യയ്ക്കും ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും പറയാൻ പറ്റണം, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിച്ച് തോൽപ്പിക്കാൻ നോക്കി, പക്ഷേ എൻ്റെ പങ്കാളി എന്നെ സ്നേഹിച്ച് തോൽപ്പിച്ചു. ഈ ഒരു അനുഭവം കിട്ടണം. അതുകൊണ്ട് നമുക്ക് പറയാം,
വെറുക്കാൻ നേരമില്ല, സ്നേഹിക്കാം. ശേഷിക്കുന്ന കാലം എത്രയുണ്ടെന്ന് നമുക്ക് ചുമ്മാ കണക്ക് കൂട്ടാം. നമ്മൾ കണക്ക് കൂട്ടുന്നൊന്നും അല്ല നടക്കാൻ പോണത്, എങ്കിലും നമുക്ക് കണക്ക് കൂട്ടാമല്ലോ, നമുക്ക് കണക്ക് കൂട്ടാം. അതുകൊണ്ട് എത്ര വർഷം ജീവിക്കും എന്ന് നോക്കൂ. അതിനനുസരിച്ച് ഇപ്പോഴേ സ്നേഹിച്ച് തുടങ്ങൂ. നാളെയല്ല, ഇപ്പോൾ, ഇന്ന്, ഈ പ്രഭാതത്തിൽ തന്നെ, ഈ സായാഹ്നത്തിൽ തന്നെ നമുക്ക് സ്നേഹിച്ച് തുടങ്ങാം. അതിനുവേണ്ടി എല്ലാം മറക്കാം, പൊറുക്കാം, വിട്ടുകൊടുക്കാം. സ്നേഹത്തിൻ്റെ പാഠം നമുക്ക് ഉൾക്കൊള്ളുന്നതിന് ശ്രദ്ധിക്കാം. ഇത്തരത്തിൽ എല്ലാം മറന്ന് എല്ലാം പൊറുത്ത് വാശിയോടെ സ്നേഹിക്കുന്ന ദമ്പതികളുണ്ട് നമ്മുടെ ഇടയിൽ. വാശിയോടെ സ്നേഹിക്കുന്ന ദമ്പതികൾ, ജീവിത പങ്കാളിയെ സ്നേഹിച്ച് തോൽപ്പിക്കുന്ന ദമ്പതികൾ. അത്തരത്തിലുള്ള ഒട്ടേറെ കുടുംബങ്ങളെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അവരുടെ സാക്ഷ്യങ്ങൾ നാം കേൾക്കണം. അത്തരത്തിലുള്ള ഒരു കുടുംബത്തെ നാം ഇപ്പോൾ പരിചയപ്പെടുന്നു. അവരുടെ വാക്കുകളിലേക്കും അവരുടെ ജീവിതത്തിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് ലഭിക്കട്ടെ. എൻ്റെ പേര് തോമസ്, വീട് തൃശ്ശൂർ ജില്ലയിലാണ്, ഒല്ലൂരടുത്ത് പടവരാട് ഇടവകയാണ്. ഞാൻ മുഴുവൻ സമയം കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മിഷൻ പ്രവർത്തനമാണ് കൂടുതൽ. മഹാരാഷ്ട്രയിലാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അവിടെ അങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും ഇപ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ 6-ാം തീയതിക്ക് 10 വർഷം കഴിഞ്ഞു ഞങ്ങൾ. സത്യത്തിൽ അത് തിരിഞ്ഞു നോക്കുമ്പോൾ 10 വർഷം എങ്ങനെയാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയും സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതമായിരുന്നു. ശരിക്കും കർത്താവിൽ ആനന്ദിക്കുന്നവർക്കുള്ള ഒരു അനുഗ്രഹമാണ് സന്തോഷപരമായിട്ടുള്ള കുടുംബജീവിതം എന്ന് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുക. അതിൽ 3 മക്കളുണ്ട്. വളരെ സന്തോഷത്തോടെ ജീവിച്ചിങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനിയും അത് കർത്താവിൽ നിലനിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ഒരിക്കലും ഈ ഒരു സന്തോഷം കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോലെ. അപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ മനസ്സിലായത് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവാണ്. കർത്താവുമായിട്ടുള്ള ജീവിതമാണ് ശരിക്കും കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഞങ്ങൾ എന്ത് കാര്യം ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വീട്ടിലൊരു തീരുമാനം എടുക്കുന്നത് കർത്താവുമായി ആലോചിച്ചിട്ട് തീരുമാനിച്ച് ചെയ്യുക. ഒരിക്കലും ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ കുടുംബജീവിതത്തിൽ നടത്താറില്ല. എല്ലാം ഈശോയോട് ചോദിച്ച് കർത്താവിനോട് ആലോചിച്ച് ചോദിച്ചു. ഞങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയിൽ പോയി, കുർബാനയിൽ പോയി ആലോചന ചോദിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഇത്ര വർഷം 10 വർഷം കഴിഞ്ഞു ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളൊക്കെ കർത്താവിനോട് ആലോചന ചോദിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് സങ്കടവും വേദനയും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും സന്തോഷത്തിൽ ഒരു കുറവും കർത്താവ് വരുത്തിയിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഏറ്റവും ഞങ്ങൾക്ക് സന്തോഷകരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ മറക്കാത്തൊരു അനുഭവമുള്ളത് ഞങ്ങൾ ഒരുമിച്ചാണ്. എൻ്റെ 3 മക്കളും ഞാനും ഭാര്യയും കൂടിയിട്ടാണ് ഏറ്റവും ആദ്യമായിട്ട് ഞങ്ങൾ മിഷനിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. കുടുംബമായിട്ടാണ് പോകുന്നത്. പോകുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉള്ളത്, എനിക്ക് ആക്സിഡൻറ്റിലൊരു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ 22 വർഷമായി. അതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. ഞാൻ ഈ മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ എൻ്റെ 2 കിഡ്നി ഡാമേജാണ്. ഇപ്പോഴും ഡാമേജ് തന്നെയാണ്. പക്ഷേ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് നമ്മൾ പുറപ്പെട്ടത്. കർത്താവ് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ കുടുംബപരമായിട്ട് ഒരുമിച്ച് ആലോചിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് പോയതാണ്. ഞങ്ങൾ അവിടെ തന്നെ ഒരു വീടെടുത്ത് താമസിച്ച് അവിടെ തന്നെ ആ ദേശത്തിനു വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. അങ്ങനെ ഞങ്ങൾ കുട്ടികളെ സ്കൂളിൽ ചേർത്തി. അവിടെ ക്രിസ്ത്യാനികളില്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്നത്. ശരിക്കും അതിൻ്റെ ഫലമായിട്ട് മുഴുവൻ ഞങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അസുഖം കൂടി തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ ഈ അടുത്ത നാളുകളിൽ ആ പ്രാർത്ഥന കൊണ്ടും അവിടെ ദിവ്യകാരുണ്യ ആരാധന നടത്തിയത് കൊണ്ടും ഒരു ഗ്രാമം മുഴുവനും കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം. എൻ്റെ പേര് ബിന്ദു തോമസ്, ഹൗസ് വൈഫാണ്. ഞങ്ങൾക്ക് 3 മക്കൾ, അപ്പച്ചനമ്മച്ചിയും. അതാണ് ഞങ്ങളുടെ കുടുംബം. മക്കളുടെ പേര് ജെസ്സ, അന്ന, ഡാനിയൽ. ഞങ്ങൾ 5 വർഷം മുൻപാണ് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഹസ്ബൻഡിന് 2 കിഡ്നി ഡാമേജ് ആയിരുന്നു. പക്ഷേ എന്നാലും ആ ജോലി ഉപേക്ഷിച്ച് ഇറങ്ങുമ്പോൾ മുന്നിലൊന്നുമില്ലെങ്കിലും കർത്താവ് ഞങ്ങൾ ഒരുപാട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും, കാരണം മുഴുവൻ സമയം ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സന്തോഷവും ജോലി ഉണ്ടായിരുന്നപ്പോഴുള്ള മാനസികാവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു മകനുണ്ടായി.
ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ 5 വർഷമായിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന രോഗികളിൽ ഒരുപാട് പേര് ഇപ്പോഴും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പക്ഷേ ഇന്ന് ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇതുവരെ ഗുളിക കഴിക്കണം എന്നല്ലാതെ ആ സ്റ്റേജിൽ നിന്ന് ഒരു വ്യത്യാസവും ഞങ്ങൾക്ക് വന്നിട്ടില്ല. കൂടുതലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ ഒപ്പമുള്ള അസുഖമുള്ളവരെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എനിക്ക് സന്തോഷം ഞങ്ങൾ ഇന്നും കർത്താവ് കാണുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലൊരു ദൈവം ഇടപെടുന്നുണ്ട്, ദൈവം നമ്മളെ കാണുന്നുണ്ടെന്നുള്ള ഏറ്റവും വലിയ അനുഭവം എന്ന് വെച്ചാൽ വിവാഹത്തിന് മുൻപ് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കല്യാണം കഴിക്കുന്ന ആളുടെ കൂടെ ബൈക്കിലിരുന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ കല്യാണാലോചനകളൊക്കെ വന്നു, ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം മറക്കേണ്ട അവസ്ഥയായിരുന്നു. കാരണം എന്നെ വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് ഒരു വലത്തെ കൈയില്ല. അപ്പോൾ എന്തായാലും ബൈക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം ഞാൻ കളഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം ദൈവം കാണുന്നുണ്ട് എന്നുള്ളത് 2 വർഷം കഴിഞ്ഞപ്പോൾ, കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 2 ഉണ്ണികളായതിനു ശേഷം ഞങ്ങൾക്ക് ഒരു ചെറിയ ബൈക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കയറി വെച്ച് ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 10 വർഷമായിട്ടും ഞങ്ങൾ ബൈക്കിലും കാറിലൊക്കെയാണ് യാത്ര ചെയ്യണത്. അപ്പോൾ എൻ്റെ ഏറ്റവും അധികം ദൈവം നമ്മളെ കാണുന്നുണ്ട്. നമ്മളെ ആഗ്രഹങ്ങൾ കർത്താവ് പറയുന്നത് അനുസരിക്കാൻ തയ്യാറായാൽ, എൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രതിവിവാഹം ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത്രയും സന്തോഷം കിട്ടില്ലായിരുന്നു. പക്ഷെ ആ ദൈവം പറഞ്ഞത് അനുസരിച്ചത് കൊണ്ടായിരിക്കാം എൻ്റെ ആഗ്രഹം ചെറുതാണെങ്കിലും കർത്താവ് അത് സാധിച്ചു തന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ ഏറ്റുപറയുന്നു. വലിയ കുടുംബത്തിൻ്റെ നാഥനായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് കാത്തുപരിപാലിക്കണമേ. പരസ്പരമുള്ള വിദ്വേഷം മറന്ന് സ്നേഹത്തിലേക്ക് വരാൻ സഹായിക്കണമേ. ഭാര്യാഭർത്താക്കന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അന്യോന്യം സ്നേഹിച്ച് തോൽപ്പിക്കാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വെറുക്കാതെ എല്ലാം മറന്നുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അന്യോന്യം സ്നേഹിക്കാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. തിരുഹൃദയമേ, തിരുമുൻപിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.